ഫൈനലിൽ കയറാൻ വേണ്ടി 18ാമത്തെ അടവാണ് കേട്ടോ നൂറ് എടുത്തിരിക്കുന്നത്. നൂറ് മൗനവ്രതത്തിലാണ്. അനുമോള് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൂറ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അനുമോൾ എല്ലാവരോടും പറഞ്ഞു തെളിവ് ആദിലയുടെ കയ്യിലുണ്ട്, ആ നമ്പർ നിങ്ങൾ കണ്ടു നോക്കൂ, എങ്കിലേ നിങ്ങൾ എന്നെ വിശ്വസിക്കുള്ളൂ, എനിക്ക് ഉറപ്പാണ് എൻ്റെ നമ്പർ തന്നെയാണ്. മസ്താനിയൊക്കെ പുറത്താകുന്ന ഏതാണ്ട് ആ ഒരു സമയത്താണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടു നോക്കൂ. നൂറയുടെ അടുത്ത് ആരെങ്കിലും പോയെന്ന് ചോദിക്കോ, ഞാൻ ചോദിച്ചാൽ സമ്മതിക്കില്ല എന്ന് ശൈത്യയുടെ കാല് പിടിച്ചു, എല്ലാവരുടെയും കാല് പിടിച്ചു കേട്ടോ. പക്ഷെ ആരും കേൾക്കുന്നില്ല. ബിൻസിയൊക്കെ തല കുത്തിന്ന് ചിരിക്കുകയാണ് അനുമോൾ കരയുന്നത് കണ്ടിട്ട്. എന്ത് മനസ്സാ നോക്കണേ അല്ലേ. ആരും പോവില്ല. ജിഷൻ പറഞ്ഞു ആരും പോവില്ല, നീ തന്നെ പോയി ചോദിക്കുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തനിക്ക് വേണ്ടി ആരും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അനുമോൾ തന്നെ എഴുന്നേറ്റ് പോയി നൂറെടുത്ത് പറയാണ്, നൂറ ആ നമ്പറില്ലേ അത് അവിടെ ഉണ്ട്, കൊടുക്ക്. അപ്പോൾ നൂറ പറയാ, നീയും ആദിലയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർക്കുക, എനിക്കൊന്നും അറിയില്ല എന്ന്. എന്നാൽ നിനക്കെല്ലാം അറിയാം, നിനക്കെല്ലാം കൂടെ ഉണ്ടായിരുന്നല്ലോ, നിനക്കറിയാം, നീ എന്നെ വെറുതെ ഇതാക്കല്ലേ പ്ലീസ്, എന്നെ തെറ്റുകാരി ആക്കല്ലേ, ഞാൻ കാല് പിടിക്കാം, നീ പോയി ഒന്ന് എടുത്തു കൊടുക്കുന്നത്. അപ്പം നൂറ പറയുന്നത് നിനക്കറിയുന്നുണ്ടെങ്കിൽ നീ പോയി എടുക്കുമെന്ന്. എന്നിട്ട് നൂറ് അതെടുത്ത് മാറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അനുമോൾക്ക് ആ നമ്പർ കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് നിവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിവിൻ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ പാട്ടും ഡാൻസൊക്കെയാണ്, അതൊക്കെ കഴിയട്ടെ, നമുക്ക് അത് എടുത്തിട്ട് സംസാരിക്കാം, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് സത്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്ന്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും നൂറ് കാണിച്ചത് ഭയങ്കര ക്രൂരതയല്ലേ. എന്നിട്ട് ശൈത്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശൈത്യ എന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ ഇതേ ഡ്രാമ ഇറക്കുന്നുണ്ടെന്ന്. എന്നാൽ ആരാണ് ഡ്രാമ ഇറക്കുന്നതെന്ന് ഒരു ശൈത്യയ്ക്ക് മനസ്സിലാവില്ല. കാരണം ശൈത്യം അത്തരത്തിൽ തന്നെയാണ്, നൂറയുടെയും ആദിലയുടെ ഒക്കെ പോലെ തന്നെയുള്ള ഒരു വിഷവിത്താണ്. ശൈത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇത്രമാത്രം വിഷയങ്ങൾ നിറഞ്ഞ ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടെന്ന് ഭയങ്കര മോശം കേട്ടോ. ഇപ്പോൾ ആദിലയും നൂറയൊക്കെ എന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ വന്നാന്ന് വിചാരിക്കാം. എന്നാൽ ഈ ശൈത്യം ഇവരൊക്കെ എന്തിനു വന്നതാണ്? അവരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നതല്ലേ. എന്നാൽ ഇവരെ മെൻ്റലി ഡൗൺ ആക്കി ഇത്രമാത്രം ദ്രോഹിക്കാൻ മാത്രം ഇത്രയ്ക്ക് ക്രൂരരാണോ ഇവരൊക്കെ? ഇങ്ങനെയുള്ളവരാണോ ബിഗ് ബോസിൽ തിരഞ്ഞെടുക്കുന്നത്? ഇവരൊക്കെ എന്ത് മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ കണ്ടസ്റ്റൻസിനും ദ്രോഹം തന്നെയാണ്. ഇവരുടെ മനസ്സിലുള്ള ദൂഷിപ്പൊക്കെ പ്രേക്ഷകർ അറിയുമ്പോൾ അവർ പൊങ്കാലിടും. അപ്പോൾ അവർക്കും അത് മോശമാണ്, അവർക്കും ഭാവിയിൽ അത് ബുദ്ധിമുട്ടാണ്. എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ സെലക്ട് ചെയ്യണേ? അടുത്ത സീസൺ അടുത്ത് തന്നെ വരുന്നുണ്ട്, അധികം വൈകില്ല, പെട്ടെന്ന് തന്നെ അടുത്ത സീസണൊക്കെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയെങ്കിലും നല്ല നല്ല കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസിന് കഴിയട്ടെ. നമുക്ക് കാത്തിരിക്കാം, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.